സ്വാഗതം. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ 14 അപ്ഡേറ്റ്സാണ് ഇന്ന് അറിയിക്കാനുള്ളത്. റാങ്ക് ലിസ്റ്റ് 4, ഷോർട്ട് ലിസ്റ്റ് 5 ഉൾപ്പെടെ 9 ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അഡ്മിഷൻ ടിക്കറ്റ് അവൈലബിൾ അറിയിപ്പ് 3, സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ അറിയിപ്പ് 1, മെഡിക്കൽ സർട്ടിഫിക്കറ്റ് പരിചയപ്പെടുത്തൽ അറിയിപ്പ് 1. ആദ്യം ഷോർട്ട് ലിസ്റ്റ്. കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വൈൽഡ് ലൈഫ് അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2 കാറ്റഗറി നമ്പർ 500/2019. അടുത്തതൊരു അഡ്മിഷൻ ടിക്കറ്റ് അവൈലബിൾ അറിയിപ്പാണ്. ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ജൂനിയർ ഇൻസ്ട്രക്ടർ ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ഫോർ SC/ST കാറ്റഗറി നമ്പർ 509/2022. ജൂനിയർ ഇൻസ്ട്രക്ടർ ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ഫോർ SC/ST കാറ്റഗറി നമ്പർ 507/2022 ഇൻ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന തസ്തികയിലേക്കുള്ള തിരഞ്ഞെടുപ്പിനായി 30/1/2024 ചൊവ്വാഴ്ച 7:15 മുതൽ 9:15 വരെ നടത്തുവാൻ തീരുമാനിച്ചിട്ടുള്ള OMR പരീക്ഷയുടെ അഡ്മിഷൻ ടിക്കറ്റുകൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്ന് ലഭ്യമാണ്. ഉദ്യോഗാർത്ഥികൾ അവരവരുടെ യൂസർ ഐഡിയും പാസ്വേഡ് ഉപയോഗിച്ച് സ്വന്തം പ്രൊഫൈലിൽ നിന്ന് അഡ്മിഷൻ ടിക്കറ്റുകൾ ഡൗൺലോഡ് ചെയ്ത് എടുക്കേണ്ടതാണ്. അടുത്തതൊരു ഷോർട്ട് ലിസ്റ്റാണ്. കേരള സ്മാൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്ക് വാച്ച്മാൻ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ഫോർ SC/ST കാറ്റഗറി നമ്പർ 459/2022. ഇതൊരു സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റാണ്. അടുത്തതൊരു റാങ്ക് ലിസ്റ്റാണ്. ആയുർവേദ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് റേഡിയോഗ്രാഫർ ഗ്രേഡ് 2 എക്സ്റേ ടെക്നീഷ്യൻ ഗ്രേഡ് 2 കാറ്റഗറി നമ്പർ 49/2022. അടുത്ത റാങ്ക് ലിസ്റ്റ് എറണാകുളം ജില്ലയിലേക്ക് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് കാറ്റഗറി നമ്പർ 368/2021. അടുത്ത ഷോർട്ട് ലിസ്റ്റ് പാലക്കാട് ജില്ലയിലേക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പാർട്ട് 2 ബൈ ട്രാൻസ്ഫർ റിക്രൂട്ട്മെൻറ്റ് കാറ്റഗറി നമ്പർ 30/2022. അടുത്ത ഷോർട്ട് ലിസ്റ്റ് പാലക്കാട് ജില്ലയിലേക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പാർട്ട് 2 ബൈ ട്രാൻസ്ഫർ ഫ്രം എമംഗ് ഡിപ്പോ വാച്ചേഴ്സ് റിസർവ് വാച്ചേഴ്സ് ട്രൈബൽ വാച്ചേഴ്സ് ഇൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കാറ്റഗറി നമ്പർ 29/2022. അടുത്തതും ഒരു ഷോർട്ട് ലിസ്റ്റാണ്. പാലക്കാട് ജില്ലയിലേക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പാർട്ട് 1 ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് കാറ്റഗറി നമ്പർ 27/2022. അടുത്തതൊരു അഡ്മിഷൻ ടിക്കറ്റ് അവൈലബിൾ അറിയിപ്പാണ്. കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിലേക്ക് ജൂനിയർ സിസ്റ്റംസ് ഓഫീസർ കാറ്റഗറി നമ്പർ 690/2022. ജൂനിയർ സിസ്റ്റംസ് ഓഫീസർ ഇൻ കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ് കാറ്റഗറി നമ്പർ 690/2022 എന്ന തസ്തികയിലേക്കുള്ള തിരഞ്ഞെടുപ്പിനായി 31/1/2024 വെൻസ്ഡേ 7:15 മുതൽ 9:15 വരെ നടത്തുവാൻ തീരുമാനിച്ചിട്ടുള്ള OMR പരീക്ഷയുടെ അഡ്മിഷൻ ടിക്കറ്റുകൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്ന് ലഭ്യമാണ്. ഉദ്യോഗാർത്ഥികൾ യൂസർ ഐഡിയും പാസ്വേഡ് ഉപയോഗിച്ച് സ്വന്തം പ്രൊഫൈലിൽ നിന്നും അഡ്മിഷൻ ടിക്കറ്റുകൾ ഡൗൺലോഡ് ചെയ്ത് എടുക്കേണ്ടതാണ്. അടുത്തതൊരു സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ അറിയിപ്പാണ്. വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഡെമോൺസ്ട്രേറ്റർ ഇൻ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് കാറ്റഗറി നമ്പർ 294/2021. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൽ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഡെമോൺസ്ട്രേറ്റർ ഇൻ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് കാറ്റഗറി നമ്പർ 294/2021 എന്ന തസ്തികയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള പ്രമാണ പരിശോധന 23/1/2024 കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ തിരുവനന്തപുരം ആസ്ഥാന ഓഫീസിൽ വെച്ച് നടത്തുന്നു. ഉദ്യോഗാർത്ഥികൾക്കുള്ള പ്രൊഫൈൽ മെസ്സേജ്, മൊബൈൽ SMS എന്നിവ അയച്ചിട്ടുണ്ട്. അറിയിപ്പ് ലഭിക്കാത്തവർ GR7 വിഭാഗവുമായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 047125464441. അടുത്തതൊരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് പരിചയപ്പെടുത്തൽ അറിയിപ്പാണ്. പോലീസ് കേരള സിവിൽ പോലീസിലേക്ക് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ട്രെയിനിങ്. പോലീസ് ആംഡ് പോലീസ് ബറ്റാലിയനിലേക്ക് ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ ട്രെയിനിങ് കാറ്റഗറി നമ്പർ 669/2022 മുതൽ 673/2022 വരെ. മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ ഫോം
ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് പരിചയപ്പെടാവുന്നതാണ്. അടുത്തതൊരു റാങ്ക് ലിസ്റ്റാണ്. തിരുവനന്തപുരം ജില്ലയിലേക്ക് ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റിലേക്ക് അമ്യൂണിറ്റീസ് അസിസ്റ്റൻറ്റ് MLA ഹോസ്റ്റൽ കാറ്റഗറി നമ്പർ 313/2021. അടുത്തതൊരു അഡ്മിഷൻ ടിക്കറ്റ് അവൈലബിൾ അറിയിപ്പാണ്. അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ എഡ്യൂക്കേഷണൽ ടെക്നോളജി ബൈ ട്രാൻസ്ഫർ റിക്രൂട്ട്മെൻ്റ് ആണ്. കാറ്റഗറി നമ്പർ 144/2022. അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ എഡ്യൂക്കേഷണൽ ടെക്നോളജി ബൈ ട്രാൻസ്ഫർ റിക്രൂട്ട്മെൻറ്റ് കാറ്റഗറി നമ്പർ 144/2022 എന്ന തസ്തികയിലേക്കുള്ള തിരഞ്ഞെടുപ്പിനായി 30/1/2024 ചൊവ്വാഴ്ച 10 മണി മുതൽ 12:30 വരെ നടത്തുവാൻ തീരുമാനിച്ചിട്ടുള്ള ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് പരീക്ഷയുടെ അഡ്മിഷൻ ടിക്കറ്റുകൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്ന് ലഭ്യമാണ്. ഉദ്യോഗാർത്ഥികൾ അവരവരുടെ യൂസർ ഐഡിയും പാസ്വേഡ് ഉപയോഗിച്ച് സ്വന്തം പ്രൊഫൈലിൽ നിന്നും അഡ്മിഷൻ ടിക്കറ്റുകൾ ഡൗൺലോഡ് ചെയ്ത് എടുക്കേണ്ടതാണ്. അടുത്തതൊരു റാങ്ക് ലിസ്റ്റാണ്. മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഓറൽ പത്തോളജി ആൻഡ് മൈക്രോബയോളജി ഫസ്റ്റ് NCA വിശ്വകർമ്മ വിഭാഗക്കാർക്കായി കാറ്റഗറി നമ്പർ 331/2022. അടുത്തതായി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഇന്ന് അഡ്വൈസ് ചെയ്ത തസ്തികയും ഡിപ്പാർട്ട്മെൻറ്റും ഒന്ന് പരിചയപ്പെടാം. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഹെഡ് ഓഫീസിൽ നിന്നും ട്രാവൻകൂർ ടൈറ്റാനിയം പ്രോഡക്ട്സ് ലിമിറ്റഡിലേക്ക് അസിസ്റ്റൻറ്റ് കെമിസ്റ്റ്, ഹെഡ് ഓഫീസിൽ നിന്നും മലബാർ സിമെൻറ്റ്സ് ലിമിറ്റഡിലേക്ക് ഡ്രസ്സർ നഴ്സിംഗ് അസിസ്റ്റൻറ്റ് ഗ്രേഡ് ഫസ്റ്റ്, ഹെഡ് ഓഫീസിൽ നിന്നും ട്രാവൻകൂർ കൊച്ചിൻ കെമിക്കൽസ് ലിമിറ്റഡിലേക്ക് മെക്കാനിക്കൽ ഡ്രാഫ്റ്റ്സ്മാൻ, ഹെഡ് ഓഫീസിൽ നിന്നും മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ ഫാർമസി, തിരുവനന്തപുരം ജില്ലയിലേക്ക് ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് സെക്കൻഡ്, തിരുവനന്തപുരം ജില്ലയിലേക്ക് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ലോവർ ഡിവിഷൻ ക്ലർക്ക് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ഫോർ SC/ST, തിരുവനന്തപുരം ജില്ലയിലേക്ക് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ലാസ്റ്റ് ഗ്രേഡ് സർവൻറ്റ് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ഫോർ SC/ST, തിരുവനന്തപുരം ജില്ലയിലേക്ക് സൈനിക് വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ക്ലർക്ക് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ഫോർ SC/ST ആൻഡ് എക്സ് സർവീസ് മെൻ ഒൺലി, കൊല്ലം ജില്ലയിലേക്ക് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഡ്രൈവർ ഗ്രേഡ് സെക്കൻഡ് HTV ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻറ്റ് HTV, കൊല്ലം ജില്ലയിലേക്ക് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ലാസ്റ്റ് ഗ്രേഡ് സർവൻറ്റ്സ്, ഹെഡ് ഓഫീസിൽ നിന്നും ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഇലക്ട്രീഷ്യൻ, ഹെഡ് ഓഫീസിൽ നിന്നും മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് സ്റ്റാഫ് നഴ്സ് ഗ്രേഡ് സെക്കൻഡ്. ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് കരുതുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക. നമസ്കാരം.